ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എന്താണെന്നറിയാവോ? നമ്മളൊരു കുട്ടികൾക്കൊക്കെ 4 മണി ഒരു പലഹാരമാണ്, വളരെ ഇഷ്ടപ്പെട്ടൊരു പലഹാരം. അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ പഴം പൊരിക്കാറുണ്ട്, പരിപ്പോട ഉണ്ടാക്കാറുണ്ട്, ഉഴുന്നുവട ഉണ്ടാക്കാറുണ്ട്. അപ്പം നമുക്ക് കശുവണ്ടി വെച്ചിട്ട് നമുക്കൊരു ചെറിയൊരു മധുര പലഹാരം ഉണ്ടാക്കാം. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറയാം. കശുവണ്ടി വേണം, മൈദപ്പൊടി വേണം, മുട്ട വേണം, പഞ്ചസാര വേണം, ഏലക്ക വേണം, കുറച്ച് തേങ്ങാപ്പാൽ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഡിഷായിരിക്കും. ആദ്യം നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് മൈദപ്പൊടി ആദ്യം നമുക്കൊന്ന് കുഴയ്ക്കാം. മൈദപ്പൊടി ഇട്ടു. ഈ മൈദപ്പൊടിക്ക് അനുസൃതമായിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ? ഒരു മുട്ട ഉടച്ചിടേണ്ടത്, ഒരു കോഴിമുട്ട ഉടച്ചിട്ടു. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ടാവും. കോഴിമുട്ട അടച്ചിട്ടതിന് ശേഷം നമുക്ക് ഏലക്ക, നമ്മളിതുപോലെ തൊലി കളഞ്ഞ് വെച്ച ഏലക്ക 2-3 അതിൻ്റെ അകത്തേക്ക് ഇട്ടു. അതിനുശേഷം കുറച്ച് പഞ്ചസാര, മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനാവശ്യമായിട്ട് കുറച്ച് വെള്ളം, ഇതനുസരിച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചിട്ട്, ഈ വെള്ളം ചേർക്കാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുഴച്ച് കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് പൊടിയിടാം കേട്ടോ. ഞാൻ ആദ്യം കുറച്ച് മൈദപ്പൊടി ഇട്ടുള്ളൂ. തേങ്ങാപ്പാൽ ഒഴിച്ച് കൂടുതലായപ്പോൾ കുറച്ചും കൂടി പൊടിയിട്ട് നന്നായിട്ടിട്ട് കുഴച്ച് കൊടുക്കാം. അപ്പോൾ കറക്റ്റായി. അപ്പോൾ മുട്ടയും തേങ്ങാപ്പാലും പഞ്ചസാരയും എല്ലാം ഇട്ട് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കാം. നല്ല സന്ധ്യ സമയമാണ്. കണ്ടോ, ചീവീടിൻ്റെ ശബ്ദം, തവളയുടെ ശബ്ദം, ഈ പ്രകൃതിയിൽ ഒരുപാട് ശബ്ദങ്ങൾ ഇപ്പോൾ നമുക്ക് കേൾക്കാം. കാരണം എന്താണെന്നറിയോ? ഇപ്പം നല്ല ചായക്ക് പറ്റിയ ഒരു പലഹാരമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ മൈദപ്പൊടി, മുട്ട, തേങ്ങാപ്പാൽ, പഞ്ചസാര എല്ലാം കൂടി മിക്സ് ചെയ്തു. ഇനി ഇത് നമുക്ക് കുറച്ചെടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് കുഴച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ കുറച്ചിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഉരുട്ടാം. നമ്മൾ ഇതുപോലെ എങ്ങനെയാക്കി. ഇനി നമ്മൾ ഈ കയ്യിൽ ഒട്ടുന്നുണ്ടോ തോന്നുകയാണെങ്കിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് കയ്യിൽ തേച്ച് കഴിഞ്ഞാൽ ഒട്ടില്ല. നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുത്ത് കശുവണ്ടിൻ്റെ അകത്ത് വെച്ച് ഫില്ല് ചെയ്ത് ഇതുപോലെ ഉരുട്ടി അകത്ത് ഇതുപോലെ ഉരുട്ടി വെച്ച് ഇപ്പം ഇതിൻ്റെ അകത്ത് കശുവണ്ടി ഉണ്ടെന്ന് അറിയില്ല. ഇത് പൊരിച്ച് കഴിച്ചാലോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും. അപ്പം ഇനി ഈ കശുവണ്ടി അണ്ടിപ്പരിപ്പ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് നമുക്കത് കൊടുക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇതുപോലെ 2 വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈന്തപ്പഴം ചെയ്യാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ റംസാൻ മാസക്കാലത്ത്, നോമ്പ് കാലത്തൊക്കെ എല്ലാവരും ഇതുപോലെ ഈന്തപ്പഴം ഇതുപോലെ ചെയ്ത് പൊരിച്ച് കഴിക്കാറുണ്ട്. അപ്പം നമ്മൾ ഓരോന്ന് ഉരുട്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ ഉരുട്ടുന്നവരെ കുറച്ച് നേരം എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞേ കുട്ടികൾക്ക് പറ്റിയ നല്ലൊരു മധുര പലഹാരമാണ്. ഞാൻ നല്ല സ്വീറ്റായിട്ടുള്ള മധുര പലഹാരം ഉണ്ടാക്കിയത്. നമ്മളിപ്പം ഈ കശുവണ്ടിയൊക്കെ അകത്ത് ഫില്ല് ചെയ്ത് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇനി ചെയ്യേണ്ടതാണ് നമുക്ക് സ്റ്റൗ കത്തിക്കുക. പാൻ വെച്ചു നമുക്കിത് വെളിച്ചെണ്ണയിൽ തന്നെ അങ്ങോട്ട് പൊരിച്ചെടുക്കാം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. പാം ഓയിൽ, നെയ്യൊന്നും വേണ്ട, നല്ല ശുദ്ധിയായ വെളിച്ചെണ്ണയിൽ തന്നെ അത് നമുക്ക് പൊരിച്ചെടുക്കാം. ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നാണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരുന്നത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള വിധം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. പൊരിക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞു. ഇനി വെളിച്ചെണ്ണ ചൂടാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണ്ടേ. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു. നമുക്ക് നമ്മുടെ ഈ നല്ല മധുരമുള്ള ഈ ഒരു കശുവണ്ടി പൊരിക്കുക. അപ്പം ഓരോന്ന് വീതം നമുക്ക് വെച്ചിടാം. നന്നായി ചൂടായതിന് ശേഷം വേണം നമുക്ക് പൊരിക്കാൻ.
ഇത് വേറൊരു കാര്യമുണ്ട്. ഇതിന് നമുക്ക് ഷേപ്പ് പല വിധത്തിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഷേപ്പ് പല വ്യത്യാസ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉരുട്ടാം, പരത്താം ഒക്കെ ചെയ്യാം നമുക്ക്. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നോമ്പിനൊക്കെ ശരിക്കും നോമ്പ് മാസങ്ങളിലൊക്കെ നോമ്പ് തുറക്കാൻ നേരത്തൊക്കെ ഇത് നമ്മളെല്ലാവരും സ്നാക്സ് ആയിട്ട് ഇത് എല്ലാവരും കഴിക്കാറുണ്ട്. പലത് ചെയ്യാം, എരിവിന് ചെയ്യാം കേട്ടോ. സ്വീറ്റ് അല്ലാണ്ട് തന്നെ സ്പൈസി ആയിട്ടും നമുക്ക് ചെയ്യാം. അപ്പം ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ കശുവണ്ടി പൊരിച്ചത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതേ സമയം പോയി. കാരണം ഞാനൊരു 5:30 മണിക്കാണ് ഇത് നിന്നത്. അതിന് ഇപ്പം സമയം ഒരു 6 6:15 ആയി. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്നാമത് ഇത് മൂന്നാറാന്നറിയാം, അന്തരീക്ഷം മാറി, കുറച്ച് ഇരുട്ടൊക്കെ ആയി അല്ലേ. നമുക്ക് നല്ലൊരു ചായ കുടിക്കണമെങ്കിൽ ഇപ്പം റെഡി, പലഹാരം റെഡി. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ചായയുടെ കൂടെ കശുവണ്ടി പൊരിച്ചത്. അപ്പോൾ ഇതൊന്ന് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ കുറച്ച് മൈദപ്പൊടി എടുക്കാം, ഒരു മുട്ട ഉടച്ച് വീഴ്ത്തി, അതിന് കുറച്ച് പഞ്ചസാര, ഏലക്കായ ഇട്ട്, ഇനി അത് കുറച്ച് ഡ്രൈ ആയിന്ന് കാണുകയാണെങ്കിൽ നന്നായിട്ട് കുഴക്കണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് കുഴച്ച് നന്നായിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ഒന്ന് കുഴച്ച് ഉരുട്ടി അങ്ങോട്ട് എടുക്കണം. എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കയ്യിൽ വെച്ചിട്ട് നമ്മൾ കൈ ഒട്ടി പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, കയ്യിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് പുരട്ടി കഴിഞ്ഞ് അത് ഓരോ ഉരുളകളായി എടുത്ത് ഇങ്ങനെ പരത്തി കൊടുത്ത് ആ കശുവണ്ടി അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് മടക്കി ഉരുട്ടി വെച്ച് ഇതേപോലെ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താൽ കണ്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് വൈകുന്നേരത്തെ 4 മണി പലഹാരമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്യൂലേ?